അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഞാൻ ചോദിക്കാനുണ്ടായ സാഹചര്യം, കാരണം വികസന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ശകലം എനിക്ക് ആവേശം തോന്നി. കാരണം 20,000 രൂപയുടെ വികസനം ചെയ്ത് കഴിഞ്ഞു, തുടർ ഭരണം കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം ഞാനൊരു തികഞ്ഞ CPM ഒരാൾ പാർട്ടി കുടുംബത്തിൽ ജനിച്ച് വളർന്ന് പാർട്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് ജീവ പാർട്ടി പ്രവർത്തകനാണോ? അതെ അതെ അതെ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചോദ്യം എന്തായിരുന്നു? ചോദ്യം 20,000 രൂപയുടെ വികസനം ചെയ്ത് കഴിഞ്ഞു, 20,000 കോടിയുടെ വികസനം ചെയ്ത് കഴിഞ്ഞു. കാരണം തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ കിഫ്ബിയുടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നു. കാരണം ഞാൻ പേപ്പർ ഒരു സാമാന്യം വായിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ പേപ്പറിൽ നിന്നുള്ള അറിവ് വെച്ച്, കാരണം ഇത്രയും വികസനങ്ങൾ ചെയ്ത് മുന്നോട്ട് അടുത്ത 5 വർഷം വികസനം ചെയ്യാൻ, കാരണം കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. അങ്ങനെ അപ്പോൾ മുന്നോട്ടുള്ള വികസനം എങ്ങനെ നടക്കും എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോഴത്തേക്ക് സഖാവെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് അത് വീട്ടിൽ പോയി ചോദിക്കാനാണ് പറഞ്ഞത്. വിഷമം ഉണ്ടാക്കിയോ? ഇല്ല, വിഷമം ഉണ്ടാക്കില്ല. കാരണം ഞാൻ ചോദിക്കാൻ പാടില്ലാത്തതായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് ചോദിച്ചുകൂടെ? അല്ല, നമ്മൾ ഓരോ സിറ്റുവേഷൻ മനസ്സിലാക്കണം, സാഹചര്യം മനസ്സിലാക്കണം. പുള്ളി പുള്ളിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. പ്രസംഗം തടസ്സപ്പെടുന്നതല്ല, മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ രസകരമായിട്ട് നമുക്കൊരു മറുപടി തരാമായിരുന്നില്ലേ? കാരണം ഇ.കെ. നായനാർ, കെ കരുണാകരൻ അടക്കമുള്ള മുഖ്യമന്ത്രിമാരും കേരളത്തിലുണ്ടായിരുന്നു. അവരൊക്കെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ സരസമായിട്ട് അവതരിപ്പിക്കും. ചേട്ടനും രസകരമായി ചോദിക്കുന്നു, മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി തന്നുകൂടായിരുന്നു എന്ന് കരുതിയോ? അല്ല, ആ വേദി തെറ്റാണ്. ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അത് പൂർണ്ണമായിട്ട് എൻ്റെ തെറ്റാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞ അതിനപ്പുറമായിരുന്നു എന്നോട് കരുണ ആ സാഹചര്യത്തിൽ പറയേണ്ടത്. ഇതിന് ശേഷമുള്ള യാതൊരു വിഷമവുമില്ല. ഇതിന് ശേഷം ആ ചോദ്യം ചോദിച്ചു, മുഖ്യമന്ത്രി അങ്ങനെ മറുപടി നൽകുന്നു. അതിനുശേഷം അപ്പോഴുണ്ടായ സാഹചര്യം എന്താ? ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റുമോ, അവിടെ നിന്ന് മാറി നിൽക്കാനോ വല്ലതും പറഞ്ഞോ? ഇല്ല, ആരും വന്നില്ല. ഞാൻ തിരിച്ച് ആ കസേര തന്നെ ചെന്നിരുന്നു. അവിടെ ഇരുന്ന് പൂർണ്ണമായിട്ട് പ്രസംഗം കേട്ടിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ അതിനുശേഷം പല ആളുകളും പറയുന്നുണ്ട്, ഈ പറഞ്ഞ നിങ്ങൾ മദ്യപിച്ചതിന് ശേഷമാണ് അവിടെ ചെന്ന് ഈ രീതിയിൽ ചോദ്യം ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും ആ ആക്ഷേപത്തിനൊക്കെ മറുപടി എന്താണ്? അതെ, മദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതിനകത്ത് യാതൊരു വിഷമവും ഇല്ല, ചോദിക്കാൻ പാടില്ലായിരുന്നു, താൻ ചെയ്ത് തെറ്റാണെന്നാണ് ഇപ്പോൾ കരുതുന്നത്? അതെ, ഞാൻ ചെയ്തത് തെറ്റാണ്, തീർച്ചയായിട്ടും തെറ്റാണ്. പാർട്ടി നേതാക്കൾ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ ഒരു വേദിയിൽ പ്രസംഗിക്കുന്നു. ഇപ്പോൾ ആർക്കും വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചോദ്യം ചോദിച്ചത് തെറ്റാണോ? ചോദ്യം ചോദിച്ച തെറ്റല്ല, സാഹചര്യം തെറ്റാണ്. കാരണം ആ സാഹചര്യത്തിൽ ചോദിക്കാൻ പാടില്ലായിരുന്നു. അതാണ്. വിഷമമൊന്നുമില്ല? ഒരു വിഷമമില്ല.